ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലത്തിലെ കെ ജയചന്ദ്രൻ മത്സരിക്കുന്നതിൽ ഇടുക്കി CPM ജില്ലാ നേതൃത്വത്തിന് അതൃപ്തി. വിജയസാധ്യത MM മണിക്കെന്നാണ് പാർട്ടി വിലയിരുത്തൽ. MM മണി അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും. വിജയസാധ്യത മാത്രം പരിഗണിച്ച് ജില്ലാ നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നൽകിയത് മണിയുടെ പേര് മാത്രമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയിൽ കെ ജയചന്ദ്രൻ്റെ നേതൃത്വം പരിഗണിച്ചിരുന്നു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, MM മണി അല്ലാതെ നിന്നാൽ ആ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ള തരത്തിലാണ് ജില്ലാ ഘടകത്തിൽ നിന്നും ഉടുമ്പൻചോല മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി ആര് എന്നുള്ള ഒരു ചർച്ച വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കെ ജയചന്ദ്രന് മത്സരിക്കാൻ കഴിയില്ല എന്ന ഒരു അവസരത്തിലേക്ക്, എന്നൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നീങ്ങുന്നുണ്ടോ കാര്യങ്ങൾ? സുബിൻ തോമസ്. തീർച്ചയായും അത്തരത്തിൽ തന്നെ. അതായത് MM മണി അല്ലാതെ ഉടുമ്പൻചോലയിൽ മറ്റാരെയും പരിഗണിക്കരുത് എന്നുള്ളൊരു ആവശ്യം CPM പ്രാദേശിക നേതൃത്വം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ നേതൃത്വം ഈ ഒരു ആവശ്യം മുൻനിർത്തിയാണ്, അതായത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തന്നെ ഉടുമ്പൻചോലയിൽ മത്സരിപ്പിക്കണമെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്നാമൂഴത്തിന് MM മണിയെ പരിഗണിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തിന് നൽകുകയും ചെയ്തിരുന്നു. ഈ സംസ്ഥാന നേതൃത്വമാണ് ഇത്തരത്തിൽ ഈ ഒരു പേര് മാറ്റി അവിടെ കെ ജയചന്ദ്രന്റെ പേര് എത്തിക്കുന്നത്. അതായത് കെ ജയചന്ദ്രൻ നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ആ നിലയിലാണ് കെ ജയചന്ദ്രനെ പരിഗണിച്ചത്. അതോടൊപ്പം തന്നെ ഈ MM മണിക്ക് മുമ്പ് 15 വർഷക്കാലത്തോളം, ഏകദേശം 3 ടൈമിൽ ഉടുമ്പൻചോല മണ്ഡലത്തിൽ നിന്ന് MLA ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. ആ ഒരു സാധ്യതയെല്ലാം വിലയിരുത്തിയാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം കെ ജയചന്ദ്രനെ പരിഗണിച്ചത്. എന്നാൽ ജില്ലാ നേതൃത്വത്തിന് ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ നിലപാടിൽ നിശ്ചിതമായ ഒരു എതിർപ്പുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പ്രധാനമായും MM മണി ആണ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളൊരു വിലയിരുത്തൽ മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MM മണി സ്ഥാനാർത്ഥിയാക്കിയെങ്കിൽ മാത്രമേ മണ്ഡലത്തിൽ ഒരു വിജയസാധ്യതയുള്ളൂ എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഈ കെ ജയചന്ദ്രനെ സംബന്ധിച്ച് കെ ജയചന്ദ്രൻ കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിൽ യാതൊരുവിധ ഇടപെടലും നടത്തിയിട്ടില്ല. അതായത് നിലവിൽ അടിമാലിയിലാണ് കെ ജയചന്ദ്രൻ താമസിക്കുന്നത്. ജില്ലയിൽ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് യാതൊരുവിധ ഇടപെടലോ അല്ലെങ്കിൽ മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹം എത്തുകയോ പരിപാടിയിൽ പങ്കെടുക്കുകയോ അങ്ങനെ സജീവമായി നിൽക്കുന്ന ഒരാളായിരുന്നില്ല എന്നുള്ളൊരു വിലയിരുത്തൽ എന്തായാലും പ്രാദേശിക നേതൃത്വത്തിനുണ്ട്. അതൊരു വലിയ തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് പ്രാദേശിക നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ MM മണി അല്ലെങ്കിൽ മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള ഏതെങ്കിലും ജനസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രാദേശിക നേതൃത്വം മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ അവർ ചില പേരുകളും മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. പ്രാദേശിക നേതാക്കളായിട്ടുള്ള ജില്ലയിൽ വലിയ സ്വാധീനമുള്ള, മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള ചില പ്രാദേശിക നേതാക്കളുടെ പേര് കൂടെ ഈ പ്രാദേശിക CPM നേതൃത്വം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ കെ ജയചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഒരു തരത്തിലും അംഗീകരിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകാത്ത ഒരു സാഹചര്യം എന്തായാലും CPM സംബന്ധിച്ച് ഉടുമ്പൻചോലയിലുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് MM മണി അല്ല സ്ഥാനാർത്ഥി എന്ന് വ്യക്തമായതിന് പിന്നാലെ മണ്ഡലത്തിൽ MM മണിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടെ നിലവിൽ അവിടെ ഉടലെടുത്തിട്ടുണ്ട്. പ്രധാനമായും LDFന്റെ ജാഥയിൽ ഉൾപ്പെടെ ക്യാപ്റ്റനായിട്ടുള്ളത് MM മണിയാണ്. ഈ മുമ്പുണ്ടായിരുന്നതിലും കൂടുതൽ ആളുകൾ ഈ ഒരു ജാഥകളിൽ പങ്കെടുക്കുന്നത്, ജാഥയുടെ ഭാഗമാകുന്നു എന്നുള്ളതെല്ലാം തന്നെ MM മണിക്ക് മണ്ഡലത്തിലുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് CPM ഉയർത്തി കാണിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ഒരു വലിയ തർക്കമുണ്ടാവാനും അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാനുമുള്ള സാധ്യത കൂടുതലാണ്. വ്യക്തമാണ്. ഉടുമ്പൻചോല മണ്ഡലത്തിൽ MM മണി അല്ലാതെ വേറൊരാൾ നിന്നാൽ ആ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ള നിലയിലാണ് CPM ജില്ലാ ഘടകത്തിൻ്റെ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ കെ ജയചന്ദ്രന് സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ്.